ഒരിക്കൽ സക്കായി താൻ മാനസാന്തരപ്പെടുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ 4 ഇരട്ടി മടക്കി കൊടുക്കുന്നു. ഇന്ന് പകൽ എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതും എന്ന ദൈവവുമായി ഒരു പ്രത്യേക വ്യവസ്ഥയ്ക്ക് അധീനപ്പെടുവാൻ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യവസ്ഥയിൽ, ഈ കോൺട്രാക്റ്റിൽ ലാഭം താങ്കൾക്ക് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്തിൻ്റെയും അവകാശിയായി താങ്കൾ മാറ്റപ്പെടുകയാ. ദൈവത്തിൻ്റെ മകനായി മകളായി താങ്കൾ മാറ്റപ്പെടുകയാ. അവകാശിയായി താങ്കൾ മാറ്റപ്പെടുകയാ. ഒരിക്കൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സന്ദർഭത്തിൽ യേശു ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5000-ത്തിലധികം വരുന്ന പുരുഷാരമുണ്ട്, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പാൻ ഒന്നുമില്ല. യേശു ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഒരു ബാലകൻ അവൻ്റെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, ഒരു ബാലകൻ ഇവിടെയുണ്ട്, അവൻ്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട്. യേശു പറഞ്ഞു, അതിങ്ങ് തരിക. യേശു അത് കരങ്ങളിലെടുത്തു, സ്വർഗത്തിലേക്ക് നോക്കി, സ്തോത്രം ചെയ്തു വാഴ്ത്തി അനുഗ്രഹിച്ച് തൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. പുരുഷന്മാർ മാത്രം 5000-ഉം അനവധി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു പുരുഷാരം 5 അപ്പവും 2 മീനും കൊണ്ട് തൃപ്തി പ്രാപിച്ചു. ശേഷിച്ച കഷണങ്ങൾ 12 കൊട്ട നിറയെ അവർ ശേഖരിച്ചു. തിരുവചനത്തിൽ വളരെ വാസ്തവമായി നാം വായിക്കുന്ന ഒരു സംഭവ ചരിത്രമാ. ഇവിടെ എന്താ സംഭവിച്ചത്? എന്റേത് എന്ന് ആ ബാലകന് പറയുവാനുണ്ടായിരുന്നത് അവൻ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. യേശുവോ തൻ്റെ കയ്യിലുള്ളത് താൻ തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിലേക്ക്, കൊണ്ടുവന്നവരുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്ന് താങ്കൾക്കുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ, താങ്കളുടേത് ദൈവത്തിൻ്റെതാക്കുവാൻ തയ്യാറാണ് എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറകളെ താങ്കൾക്ക് വേണ്ടി നൽകുവാൻ യേശു തയ്യാറത്രേ. ഈ കൊച്ചു ജീവിതത്തിൽ ഒരു നല്ല ഹൃദയം ദൈവം നിങ്ങൾക്ക് നൽകി തന്നത് യേശുവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറുണ്ടോ? താങ്കളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം സ്വയത്തിനും പാപത്തിനും പിശാചിനും അവൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുത്തത് മതി എന്ന് വെക്ക്. യേശുവേ, ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എൻ്റെ ഈ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് വേണ്ടി തരുന്നു എന്ന് ആർ സമർപ്പിക്കും? അവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ കലവറ തുറക്കുവാൻ കർത്താവ് ശക്തനായിരിക്കുകയാ. എനിക്കറിയാം ഈ പ്രസംഗം ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലാകുന്നില്ലായിരിക്കാം ഇതിൻ്റെ ഭാഷാശൈലി. പക്ഷേ വളരെ ആഴത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവുമായി നമ്മെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ടായാൽ ദൈവത്തിൻ്റെ സമസ്ത അനുഗ്രഹങ്ങളെയും അവൻ മടക്കി നമുക്ക് നൽകുവാൻ അവൻ തയ്യാറാ. താങ്കൾ രോഗത്താൽ ക്ലേശിക്കുന്നുവോ? രോഗസൗഖ്യം താങ്കളുടെ അവകാശമാ. മകൻ എന്ന പദവിയിലെത്തുമ്പോൾ താങ്കൾ ശാപത്തിൻ്റെ കീഴിലാണോ? അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. വചനം പറയുന്നു, അവൻ്റെ സകലതിനും നമുക്ക് അവകാശമുണ്ട്. ഈ ബിസിനസ്സിൽ എൻ്റേതെല്ലാം ദൈവത്തിൻ്റെതും ദൈവത്തിൻ്റെതെല്ലാം എൻ്റേതുമെന്ന് ഒരുവന് സമർപ്പിക്കുന്ന ഈ ബിസിനസ്സിൽ ദൈവം നമ്മുടേതെല്ലാം വാങ്ങി തൻ്റേതെല്ലാം നമുക്ക് തരുവാൻ ദൈവം നഷ്ടമാക്കിയത് എന്താണെന്നറിയാമോ? ദൈവം അതിന് മറുവിലയായി നൽകിയത് എന്താണെന്നറിയാമോ? തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആയിരുന്നു. കാൽവരിയിലെ ക്രൂശിൽ നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ, തൻ്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുക്കുവാൻ യേശു തയ്യാറായി. എന്തിന്? നമ്മെ പൂർണ്ണമായി വിലയ്ക്ക് വാങ്ങുവാൻ. എന്നാൽ ഇന്ന് ആർ തയ്യാറാകും? കർത്താവേ, നീ അന്ന് ഊറ്റിക്കൊടുത്തത് എന്നെ വിലയ്ക്ക് വാങ്ങുവാനായിട്ടായിരുന്നു. എൻ്റെ സ്വന്തം ഹൃദയത്തിൻ്റെ തീരുമാനപ്രകാരം ഞാൻ എന്നെ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് ആർ പറയും? അങ്ങനെ
സ്വന്തമായി സമർപ്പിക്കുന്നവനെയേ യേശുവിന് താല്പര്യമുള്ളൂ. അവൻ ആരെയും നിർബന്ധിച്ച് പഴയകാലത്തെ അടിമക്കച്ചവട കാലഘട്ടം പോലെ അവൻ വാങ്ങിക്കൊണ്ടു പോകുന്നവനല്ല. ആർ സ്വമനസാലെ അവൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കും, അവനെ അവൻ ദൈവമകനാക്കി മാറ്റുന്നു. അവൻ്റെ ഹൃദയത്തിൽ അവൻ കടന്നു വരുന്നു. ദൈവികമായ സകല സമ്പത്തിനും അവനെ അവകാശിയാക്കി മാറ്റുന്നു. ഇഹലോകം കൊണ്ട് തീരുന്നതല്ലത്, ആത്മാവിൻ്റെ നിത്യത. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹമാ. അത് നമുക്ക് അവകാശമായി തരുവാൻ അവൻ താല്പര്യപ്പെടുന്നു. ദൈവത്തിൻ്റെ വിളി കേട്ട് പിൻഗമിക്കുവാൻ താങ്കൾ തയ്യാറെങ്കിൽ എന്നോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ? കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ വചനം കേട്ടു. എന്നെ പൂർണ്ണമായി ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചു തരുന്നു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിൻ്റേതായിത്തീരുന്നു. നിന്റെ സകല ആത്മീയ അനുഗ്രഹത്തിൻ്റെയും അവകാശിയായി എന്നെ കൈക്കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കും. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ മറക്കരുത്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 9142 418284 9142418284. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.